ഞാനൊരു ചെറിയ ആന്റിഡോട്ട് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ഒരു ബീറ്റ്റൂട്ട് എടുക്കുക, ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ബീറ്റ്റൂട്ട് എടുത്തോളൂ. അതോടൊപ്പം തന്നെ ഒരു 50 ഗ്രാം ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു 50 ഗ്രാം തക്കാളി, ഒരു 10 കറിവേപ്പിലയുടെ ഇതള്, അതോടൊപ്പം ഒരു 4 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം കൊടംപുളി. ഓക്കെ, നിങ്ങൾക്ക് വയറിന് അസുഖം, വയറെരിച്ചിലോ മറ്റോ വരുമോ മുളക് കഴിക്കുമ്പോ? ഞാൻ മുളക് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. അല്ല, അങ്ങനെ എരിച്ചിലുണ്ടെങ്കിൽ കാന്താരി മുളക് ചേർക്കണ്ട. അതല്ലെങ്കിൽ ഒരു ചെറിയ കാന്താരി മുളക് കൂടെ ചേർക്കാം. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് കറുവപ്പട്ട എന്ന് കേട്ടിട്ടുണ്ടല്ലോ? കറുവപ്പട്ട, പട്ട അറിയില്ലേ? മറ്റേ പട്ടയല്ല, പട്ട, കറുവപ്പട്ട, സിനമൺ എന്ന് പറയും ഇംഗ്ലീഷില്. കറുവപ്പട്ട പൊടിച്ചു വെക്കണം. ഒരു 250 ഗ്രാം ഒക്കെ മേടിച്ച് പൊടിച്ചു വെക്കുക. ഒരു 5 ഗ്രാം എടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുക, ഒരു ഗ്ലാസ് ഈ ജ്യൂസിലേക്ക്. നിങ്ങൾ എല്ലാ ദിവസവും വെറും വയറ്റില്, അതായത് മിനിമം 1 hour ബിഫോർ ആൻഡ് 1 hour ആഫ്റ്റർ ഫുഡ് കഴിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ എംപ്റ്റി സ്റ്റൊമക്ക്. വെറും വയറ്റിൽ കുടിക്കുക എല്ലാ ദിവസവും. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നോക്കി എന്റെ നമ്പറിൽ വിളിച്ചു പറയും. ഓക്കെ, 2 ആഴ്ച കഴിഞ്ഞ് നിർത്തണമെന്നല്ല, ഞാൻ പറയാം എത്രത്തോളം റെഗുലർ ആയിട്ട് ഇത് കഴിക്കണം, അതോ എത്രത്തോളം ഇറഗുലർ ആയിട്ട് ഇത് കഴിക്കണം എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം. ഡെഫിനറ്റ്ലി നിങ്ങൾ മറ്റുള്ള ഭക്ഷണത്തില് തീർച്ചയായും ഫ്രൈഡ് ഐറ്റംസും ഈ പറയും, നിങ്ങൾക്ക് അറിയാമല്ലോ, ബീഫ് ഐറ്റംസ്, അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയ സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, അതൊക്കെ ഒഴിവാക്കുക. ഡെയിലി എക്സസൈസ് ഈസ് എ മസ്റ്റ്. നിങ്ങളുടെ നല്ല കൊളസ്ട്രോൾ കൂടാൻ വേണ്ടി എല്ലാ ദിവസവും ബ്രിസ്ക് വാക്കിംഗ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. എല്ലാ ദിവസവും നടക്കണം, നന്നായി നടക്കണം. ആഡ് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, നിറയെ പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക.